മരിച്ചതിന് ശേഷം ഖബറിലേക്ക് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തുണി ഖബറിന്റെ മേളിൽ പിടിച്ചു കൊടുക്കേണ്ടത് പെണ്ണുങ്ങൾക്ക്. അത് സുന്നത്താ, മസല പഠിക്കണം. അല്ലാതെ പെണ്ണ് കൊണ്ടുവരുമ്പോ സമയത്തല്ല. ഇത് കൊണ്ടുവരാൻ ആര് പറഞ്ഞു? 10 പേരുടെ മുന്നിലേക്ക് ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്താൻ ആരാ ഇത് പഠിപ്പിച്ചത്? ഏത് മതത്തിൽ നിന്ന് വന്നതാണ്? ഏത് ആശയമാണ്? ഇസ്ലാമികമാണോ ഇത്? പെണ്ണിന്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ തുണിയും പിടിച്ചിട്ട് 5-6 പേര് തുള്ളിക്കൊണ്ട് വരികയാണ്. നമ്മളോർത്ത് പെണ്ണ് അടക്കം ഒതുക്കമുള്ളത്, നോക്കുമ്പോൾ പെണ്ണ് അതിനേക്കാൾ വലിയ തുള്ളക്കം. മുമ്പൊക്കെ അടക്കം ഒതുക്കമുള്ള പെണ്ണുങ്ങളായിരുന്നു, മൗനമായിരുന്നു. ഇപ്പൊ ഇവളിങ്ങനെ തുള്ളിക്കൊണ്ടാ വരുന്നു, നല്ല പാട്ടും കളിച്ചോണ്ട് റാഹത്തായിട്ട് തുള്ളി തുള്ളി കയറി വരിക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര തെമ്മാടിത്തരാണ് ഈ ഉമ്മത്ത് കാണിക്കുന്നത്. ഇതൊക്കെ നാളെ ഹിസാബ് ചെയ്യപ്പെടൂലേ? നിസ്സാര കാര്യമാണോ? കുടുംബ ബന്ധം എങ്ങനെയാണ് നശിക്കാതിരിക്കുക? കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ഡൈവോഴ്സ് നടക്കല്ലേ? ഇന്ന് മഹല്ലത്തിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എത്രയാ? ഇന്ന് പെണ്ണ് തന്നെ ഖുൽഉ ചെയ്യുകയാണ്. എനിക്ക് ചെറുക്കനെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് ത്വലാഖ് ആവശ്യപ്പെടുന്ന മസലയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഹല്ലത്തുകളിൽ. എന്താ കാരണം? കല്യാണ ദിവസം കാണിക്കുന്ന തോന്നിവാസങ്ങളാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ളമൻ നികാഹി ഐസറഹു മുഅനത, ചെലവ് ചുരുക്കിക്കൊണ്ട് നടത്തുന്ന ഏറ്റവും മനോഹരമായ നിക്കാഹ് അതിലാണ് ഖൈറുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര ചെലവ് ചുരുക്കി നടത്താൻ പറ്റുമോ അതിലാണ് ബറക്കത്ത്. ഇതാര് പഠിപ്പിച്ചു? നബി മുഹമ്മദ് റസൂലുള്ളാഹി.